ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിപ്പോൾ സമയം 2:45 വെളുപ്പിനെ. അപ്പം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ബിഗ് ബോസിലെ എല്ലാവരും എന്നോട് ചോദിക്കുകയാണ്, ബിഗ് ബോക്സിലെ രതീഷ് ഔട്ടായോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേല, ഞാനിവിടെ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല, ഞാൻ അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പുള്ളി എവിക്റ്റഡ് അല്ല, ഇജക്റ്റഡായി. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അൻസിബയോട് പുള്ളി ഒരു കാര്യം പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ സുരേഷിൻ്റെ ടച്ചിങ് ഒന്നും അങ്ങോട്ട് ഇതാവുന്നില്ല, അല്ല ജാൻമോണിയുടെ വിഷയം പോലെയൊക്കെ തന്നെ. അപ്പോൾ അത് പറഞ്ഞത് വേറെ പുള്ളി ഇങ്ങനെ നോർമലി ഇങ്ങനെ അത് പറഞ്ഞതാണ്, എനിക്കെന്തോ പോലെ രീതിയിലാണ്. പക്ഷെ അൻസിബ അത് ഇല്ലേ ജയിൽ സമയത്താണെന്ന് തോന്നില്ലേ, എന്നുവെച്ചാൽ ഈ ജയിൽ നോമിനേഷൻ സമയത്ത് അങ്ങാണ്ട് അത് പറയണ്ടായി, ഇന്ന പോലെയാണ്, ഗേ ആണെന്ന് ഇങ്ങനെ പറഞ്ഞുള്ള രീതിയിൽ അൻസിബയുടെ വായിൽ നിന്ന് അറിയാതെ വീണതാ സംഭവം. അത് കയറി അങ്ങ് കൊളുത്തിക്കളഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇജക്റ്റ് ചെയ്യാനുള്ള കാര്യം, മീൻസ് അതുകൊണ്ടാണ് അയാൾ സ്വയം ക്വിറ്റായി പോയി, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ രതീഷ് പുറത്തായി ബിഗ് ബോസിൽ നിന്ന്. അപ്പം ഇങ്ങനെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ നാളെ എപ്പിസോഡ് വരുമ്പോൾ നമുക്കറിയാം, ശരിയോ തെറ്റോ എന്ന് നമുക്ക് അപ്പോൾ പറയാമല്ലോ. അപ്പോൾ ഇതാണ് സത്യത്തിലുണ്ടായത്. അപ്പോൾ അൻസിബ കാരണം, അപ്പം ഞാൻ കണ്ടതാണ് ആ ഒരു ഇത്. അപ്പോൾ അൻസിബയുടെ വായിന്ന് അങ്ങനെയാണ് അവിടെ സത്യത്തിൽ പറഞ്ഞത് നോമിനേഷൻ സമയത്ത്. പക്ഷേ സത്യത്തിൽ ഇങ്ങനെയല്ല, അദ്ദേഹം ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. പിന്നെ ഇതിന് മാത്രം വലിയ തെറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അങ്ങേരാ. അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? പിന്നെ വൈൽഡ് കാർഡ് എൻട്രിക്കായിരിക്കും കൂടുതലും ചാൻസ്. ആരെ വരും, എന്ത് വരും, ഒന്നും ഒരു പിടുത്തമില്ല. അവസാനം മണ്ണും ചാരി നിന്നവൻ കപ്പും കൊണ്ടുപോകും, അല്ലാതെ എന്ത് ചെയ്യാനാ? അപ്പോൾ നമുക്ക് ഗൈസ്, ഗുഡ് നൈറ്റ്, സി ഡ്രീംസ്.